വെറൈറ്റി വീഡിയോ കേട്ടോ. ബാ മാവ് ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. കറിക്കിട. അപ്പോൾ പൊറോട്ട അടിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ 2 കൈ കൊണ്ടും പണിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പം എന്നൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. ബാ കാണിച്ചാൽ എന്താ മൈദ കേട്ടോ പൊറാട്ട ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് മൈദ 1.5 കിലോ മൈദ ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയ്ക്കൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് 500 അല്ലെങ്കിൽ മാക്സിമം 1 കിലോ അല്ല അമ്മ. അപ്പോൾ മാവ് കുഴക്കാനുള്ള വെള്ളം ചൂടാക്കാൻ പറ്റും. അപ്പോൾ മാവ് കുഴക്കാനുള്ള സ്ലാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പൊടി ഇതിൻ്റെ പുറത്ത് മോനിഷ അടിപൊളിയായി ഇങ്ങനെ കുഴയ്ക്കും മാവ്. അപ്പോൾ യൂട്യൂബ് വിദഗ്ധന്മാരോട് ചോദിച്ചിട്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൊറോട്ടയ്ക്കുള്ള മീൻ എത്തിക്കണം കേട്ടോ. മീൻ കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ മീൻ എത്തിയിട്ടോ. അപ്പോൾ മോനിഷോടെ പൊറാട്ടയ്ക്ക് ഇങ്ങനെ കുഴയ്ക്കാണ്. അപ്പം നമുക്ക് മീൻ വെട്ടാം. മീൻ ഇങ്ങനെ എന്താ പറയുക വെട്ടാതെയൊക്കെ കൊണ്ടുവന്നതാണ്. ഇത് വെട്ടിയിട്ട് വേണം കറി വെക്കണേ. ഇതാണ് നമ്മളെ മീൻ. അപ്പോൾ ആദ്യമായിട്ടാണ് വെട്ടാത്ത മീൻ കൊണ്ടുവന്നത്. ഇതൊക്കെ എന്താകുമോ. ഓരോ കത്തിയൊക്കെ നല്ല മൂർച്ചുള്ള കത്തി. നമ്മളെ കത്തി മൂർച്ചൊന്നുമില്ല. ഇത് എന്തൊക്കെയാവും എനിക്കറിയില്ല. അപ്പോഴേ അമ്മയ്ക്ക് കഴിയണില്ല കേട്ടോ. ഞാനും ശ്രമിച്ചോട്ടെ. അവിടെയൊക്കെ ആവൂലേ. അങ്ങനെ എന്നും മീൻ വെട്ടണത് ഇങ്ങനെ കാണല്ലേ. ഇതൊക്കെ ആവോ കേട്ടോ. കറിക്ക് ഇതൊക്കെ എടുക്കണം. സൗണ്ട് ഇതാ ഞാൻ പറഞ്ഞത്. കത്തി മൂക്കലായിട്ടാണ് ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ട് മീൻ നന്നാക്കുക. നമ്മളെ ചെറുക്കന്മാരുണ്ട് കേട്ടോ പുതിയ മണിത്താറകൾ. നമുക്ക് മീനെ വേസ്റ്റ് കിട്ടും. പാപ്പാ അപ്പോഴേ ഇതിൻ്റെ തല ഏകദേശമൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഏകി കേട്ടോ. ചെറിയ പീസാക്കി ചെറിയ ചെറിയ പീസൊക്കെ തരാം.
അങ്ങനെയാണ് അരിയ, അല്ലാതെ വലിയ പീസാക്കാൻ പറ്റില്ല. എന്തായാലും പറഞ്ഞാൽ നമുക്ക് കഴിയുന്നു. കഴിയുന്നല്ല, ഞാൻ ഇങ്ങള് ഇങ്ങനെ മുട്ടുന്നുണ്ടപ്പോ കയറി ഇടപെട്ടതല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യണം. ഇത് വറക്കാനാണത് കഴിക്കാനാണത്. പൊറാട്ടയ്ക്ക് കറി വേണ്ടേ? അയ്യോ, കാര്യം ചെയ്യാം, അത് മുറിക്കാം. ഞാൻ മുറിച്ചോക്കണം. അച്ഛൻ കൊണ്ടുവന്ന മീനാണ്, മിക്കവാറും അച്ഛൻ്റെ വായിൽ കേൾക്കുന്നത്. ഇത് ബോൺലെസ് മീനാണ്. ഓക്കെ, ഞാൻ പിന്നെ ബാക്കി അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ. നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഒരൊറ്റ പുളിഞ്ഞത് ഇത് മീനച്ചാറുണ്ടാക്കാണ്. പൊടിച്ചിട്ടോ മുഴുവൻ. ഞാനും ഇതിൻ്റെ കാട്ടിയതൊക്കെ. ആണോ? കടയിലാണെങ്കിൽ തലേന്ന് നല്ലൊരു പീസ് ഉണ്ടാവില്ല. അല്ല, ഇങ്ങനത്തെ ഉണ്ടാകാറില്ല, കടയിൽ ഇങ്ങനെ തന്നെ ആവശ്യം. പറഞ്ഞ് വേസ്റ്റ് പിടിച്ചോളും. അപ്പോൾ നമ്മുടെ മീൻ മട്ടനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ വലിയ പീസുകളാണ്. നമ്മൾ മറ്റേ കല്യാണത്തിനൊക്കെ നെയ്മീൻ ഫ്രൈ ഒക്കെ വെക്കുന്ന മാതിരി അടിപൊളി പീസുകളാണ്. ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും. സാധാരണക്കാരുടെ നിലയിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെറിയ പീസാവും. ചെറുതാക്കാം. സംഭവം എന്താ വെച്ചാൽ ഫ്രഷ് മീൻ അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ കത്തിയും അന്ന് എന്തിവിടെ നടപ്പത് ആയുധ പൂജയ്ക്ക് കൊടുത്ത കിറ്റ് കത്തിയാണ് ഇത്. ഇതും നടക്കൂല കേട്ടോ. ഇങ്ങനെ തിന്നുമ്പോ നല്ല രസാണല്ലോ. മണക്കുന്നുണ്ട് പോ. അപ്പൊ മീനൊക്കെ വെട്ടി കോളാക്കിയിട്ടുണ്ട്. എന്താ ഇനിയിത് കറി വെക്കാം. അപ്പോൾ മാവ് ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെ, അമർത്തി വെച്ചിട്ട് ഡ്രൈ ആവാതെക്കാൻ വേണ്ടി കുറച്ചുകൂടി നെയ്യും ആ ഓയിലും കൂടി മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കണം. ഇത് തുണി നനച്ചതാണ്. ഇത് 1 മണിക്കൂർ ഈ തുണി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവുമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എടുക്കുകയാണ്. ഇനിയാണ് പണി ആരംഭിക്കുന്നത്. ഇത് നമ്മൾ നനച്ചിട്ട തുണിയാണ്. ഇത് ഒട്ടിപ്പിടിച്ചല്ലോ, കൊളായോ. പൊറോട്ട ഇന്നത്തേക്കാവോ? നല്ല സോഫ്റ്റ് ആവുമെന്നാണ്. 1 മണിക്കൂർ റെസ്റ്റ്. സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരടുപ്പത്ത് പൊറോട്ട, ഒരടുപ്പത്ത് മീൻകറി. ഇത് ഉണങ്ങി പിടിക്കാതൊക്കെ വേണ്ടിയിട്ടേ ഓയിൽ തടവി കൊടുക്കണം. കോളാക്കിയ മീൻ അവിടെ ഉണ്ട്. ഞാൻ അത് കറി വെക്കണം. അതിന് ഉള്ളിയും തക്കാളിയൊക്കെ അരിയണം. ഇനി കോളാക്കിയൊരു കറി, പൊറാട്ടയും മീൻകറി. പിന്നെ പൊറോട്ട നമുക്ക് പരത്താനുള്ള പരിപാടി നോക്കുകയാണ്. അതിന് ഓയിൽ ആദ്യം ഇവിടെ ഒന്ന് പരട്ടി കൊടുക്കാം. ഇതും വെച്ചിട്ടാണ് നമ്മൾ പരത്തണത്. 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഒരു 20 മിനിറ്റ് ഒക്കെ വെക്കാൻ പറയുന്നുണ്ട്. സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കട്ടെ. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്താനാണ്.
അപ്പോൾ ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ പൊറാട്ട പരത്തൽ ഇവിടെ ഏകദേശം കഴിയാനായിട്ടോ, എത്രണ്ണായി നോക്കാം. അപ്പോൾ അവസാനത്തെ പൊറോട്ടയും കൂടി നമുക്ക് പരത്തിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. മണിക്കാറാവും പത്ത. ചട്ടി കടുപ്പത്ത് വെച്ചിട്ട് പൊറോട്ട ചൂടാൻ പോവാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പൊറോട്ട ഇത് ചട്ടിയിലേക്ക് പോകാൻ പോകും കേട്ടോ. പൊറോട്ട മറച്ചിലിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവി കൊടുക്കും. അപ്പോൾ ടീച്ചർമാർ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എണ്ണ തടവാനിട്ട് പൊറോട്ട കയറുന്ന പറയില്ല, ആ ടീമാണ് വരക്കെ. അത് പറയുന്നു. ഒന്നുകൂടി ആയിക്കോട്ടെ. എൻ്റെ പൊറോട്ട ഒരു വെറൈറ്റി പൊറോട്ടയാണ്. അപ്പോൾ ഞാൻ ചുട്ട ആദ്യത്തെ പൊറോട്ട കേട്ടോ, ഇത് ചുട്ടല്ല ഞാൻ ചുട്ടത്. ഏകദേശമൊക്കെ റെഡി ആയിരുന്നു. അതിലമ്മ ഒന്നുകൂടെ ആവണം. ആയിട്ടില്ല. അതെ, വേവൂലുള്ളിൽ. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്ത് അമ്മ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മീനൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കിട്ടിയത് കൊള്ളാമെങ്കിലും അവസാനം ഫൈനൽ സ്റ്റേജ് എന്താക്കിയിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ട് അമ്മ റെഡിയാക്കിയിട്ടുണ്ട്. ചപ്പാത്തി പോരടി നമുക്ക്. അപ്പോൾ നമ്മുടെ പൊറോട്ട, എൻ്റെ ആദ്യത്തെ പൊറോട്ട ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്തുകൂടെ? അതെടുത്തിട്ട് അങ്ങനെ ഇടുക. എന്നിട്ട് കൈക്കിന് ഉള്ളിക്കാൻ ഇട്ടോ, എന്നിട്ട് മറക്കാം. അങ്ങനെ ഇടുക. കൈ പഠിച്ചുപോയി. അമ്മ ആദ്യം എണ്ണ തേക്കണേ നോക്ക്. അത് ഒന്നായിട്ട് മീൻകറിക്കുള്ള ഉള്ളി കിട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പൊറോട്ട, എൻ്റെ സ്വന്തം രണ്ടാമത്തെ പൊറോട്ടയിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ അമ്മ തക്കാളി ഇട്ടില്ല, അമ്മ തക്കാളി ഇട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ എന്ത് ചെയ്യാണ്, എണ്ണ തടവി കൊടുക്കുക. ചെറിയ കാര്യമില്ല കേട്ടോ, വലിയ കാര്യമാണ്, സിമ്പിൾ പരിപാടിയല്ല. അതെ, എത്ര പെട്ടെന്നല്ല പരിപാടി ചെയ്യണത്. അപ്പം ഞാൻ രണ്ട് കൈ കൊണ്ടും പണിയെടുക്കാൻ പോകാം കേട്ടോ. നമ്മളങ്ങനെ ഉള്ളി തക്കാളി കരിയാൻ പാടില്ല, അമ്മ അപ്പുറത്ത് പോയതാണ്, എന്നെ എത്തിച്ച് പോയതാണ്. നമ്മളത് നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. സംഭവം എൻ്റെ തലച്ചോറ് ഒരു പ്രത്യേക തലച്ചോറാണ്, എന്തോ അപ്പം ചെയ്യാൻ പറ്റും. അടുത്തിടണമെങ്കിൽ പരത്തണം. ഞാൻ പരത്തുള്ളൂ. ഇത് ചൂട് ടോട്ടല് 4 പൊറോട്ട മേടിച്ച്. അപ്പൊ പൊറോട്ട അടിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ട് നോക്കാം. അടിക്കുമ്പോഴാണ് ലെയറായി വരിക. ലെയറായി വരുന്നില്ലത്. ചൂടോടെ തന്നെ ചെയ്യുമ്പോഴാണ്. ക്യാപ്പ് കൂടെ പിടിച്ച് തിരിക്കുന്നുണ്ട് അമ്മ, ഓട്ടയൊക്കെ ഉണ്ടോണ്ട് ലെയറാവേ ഇല്ലട്ടോ.
ചൂടാറിയാലേ ഇത് മറിച്ചിട്. ഓക്കെ. അപ്പോൾ കുറേയൊക്കെ ലെയറായി വരുന്നുണ്ട്. എന്താ ചുടലും പരത്തലും ചെയ്യുന്ന നമ്മുടെ മോനിഷ. അമ്മ ചപ്പാത്തി എങ്ങനെയല്ലേ മീൻകറി മൂക്കിലേക്ക് അടിച്ച് കയറുന്നത്. നല്ല എരിവുണ്ടെന്നാണ് തോന്നുന്നത്. ശരിയോ ശരി. കൊളാക്കിയ മീനാണ് കറിക്കിട. നല്ലൊരു മീൻ കൊണ്ടുവന്നുകൊണ്ട് എവിടെ എന്തൊക്കെ ഒരു കുഴപ്പമില്ല. നേരിട്ട് അതാക്കണേ തല മാത്രമല്ല പോയിട്ടുള്ളൂ. ബാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവില്ലെന്നുള്ളൂ. ഒരു ഷേപ്പും കടയത്തെ ആ ഒരു ഇതില്ല. പഠിച്ചിട്ടില്ല. ഒരു അടുപ്പിൽ പൊറാട്ട, ഒരു അടുപ്പിൽ മീൻ കറി. അപ്പോൾ നമ്മൾ പൊറാട്ടയും മീൻ കറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ പുറത്ത് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും തരുമോ വെച്ചിട്ട്. മസാല ഇട്ടിട്ട് അടി തുടങ്ങാണ്. കറി വെച്ച് വേറാക്കാൻ ചായ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലൊഴിച്ച് ചായ പൊടി ഇട്ടേക്കാം. തിളച്ച് പോയി. പൊറാട്ട റെഡി. ഇങ്ങനെയാണ് അമ്മേൻ്റെ മീൻ കറി. അമ്മേൻ്റെ മീൻ കറി നാളെ. ഇത് പച്ച വേണം. അപ്പോൾ നമ്മളെ പൊറാട്ട കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കി അടിച്ചുണ്ടാക്കിയ പൊറാട്ട. കഷ്ടപ്പെട്ടു കഴിച്ചിട്ട് പറയും. പറയാനൊന്നുമില്ല, രസം ഉണ്ടാവും. നമുക്ക് ഉണ്ടാക്കാം. അതെ മണിക്കൂറൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. സമയം 2 മണിക്കൂർ കൂടുതൽ പിന്നെ ബലം വെക്കണം. കഴിച്ചോ? ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ അത്ര അല്ലെങ്കിലും ഒരു പൊടിക്ക് താഴെ കേട്ടോ. സംഭവം രസം ഉണ്ടെന്നാണ്. കുറച്ച് ഒരു കല്ലുവച്ച പോലെയായി. ചിലത് ചിലത് മറ്റേത് നല്ല മഴ ഉണ്ട്. ചിലത് ഇങ്ങനെ എണ്ണ പുരട്ടിയോണ്ട് ചുട്ടപ്പോൾ എണ്ണ പുരട്ടാത്തോണ്ടാണോ സംശയമുണ്ട്. ഞാൻ അതുകൊണ്ട് ചുട്ടതുകൊണ്ടേ സംഭവം രസമുണ്ട്. അടിപൊളിയാണ്. Bar.